തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്ന നിലയിൽ അവരുമായി പല പ്രാവശ്യം പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും ആ ഊഷ്മളമായ ബന്ധം, സൗഹൃദം നിലനിർത്താനും സാധിച്ചത് ഞാൻ ഓർക്കുന്നു. ഏറ്റവും ഒടുവിൽ അവരെ ഞാൻ കണ്ടത് സിനിമയുടെ 100 വർഷം ആഘോഷിക്കുന്നതിന് ചെന്നൈയിൽ നടത്തിയ ചടങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പങ്കെടുത്തപ്പോഴാണ്. അതിനുശേഷം അവർ അസുഖമായി ആശുപത്രിയിൽ, അപ്പോളോ ആശുപത്രിയിലായിരുന്ന സമയത്ത് അവിടെ പോയി അവരുടെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അവർ കേരളവും തമിഴ്നാടുമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ് എന്നും നമ്മൾ പുലർത്തിയിരുന്നത്. നദീജല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആ ബന്ധത്തിനൊരു കോട്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നല്ല ഭരണാധികാരിയായ ജയലളിത പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികൾ എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. അവരുടെ ആ പ്രവർത്തനങ്ങളാണ് പാവപ്പെട്ടവരോടുള്ള സ്നേഹവും അവരോട് കാണിച്ച ആ കരുണയുമാണ് അവരെ തമിഴ്നാട് ജനതയുടെ അമ്മയാക്കി മാറ്റിയത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ജനപ്രിയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തമിഴകത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണ നടപടികൾ സ്വീകരിച്ച ഒരു നേതാവായി നമുക്ക് ജയലളിതയെ വിലയിരുത്താൻ സാധിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ശ്രീമതി കുമാരി ജയലളിത. അവരുടെ എല്ലാ നടപടികളും പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അധ്വാനിക്കുന്നവർക്കും വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തമിഴകത്തെ ജനങ്ങൾ ജയലളിതയോടൊപ്പം നിന്നത്. തീർച്ചയായും മലയാളികളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ജയലളിത. ജയലളിതയുടെ നിര്യാണം തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു കനത്ത നഷ്ടമാണ്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.